പറയുന്ന കാര്യമാണ്. ദേഷ്യം വരും, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും, അതെ, പിന്നെ ഫോക്കസ് ഉണ്ടാവില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, പിന്നെ എനർജി നഷ്ടപ്പെടുക, ഹാപ്പിനെസ്സിനെ നേരിട്ട് ബാധിക്കുന്നതാണ് സ്ട്രെസ് അല്ലേ. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഈ ജോലി ചെയ്യുന്ന ആൾക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാപ്പിനെസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമോ? ഏതെല്ലാം റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്? റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും. നമുക്ക് വേണ്ടത്ര ഹാർട്ട്ഫുള്ളായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. കണക്ഷനാണല്ലോ റിലേഷൻഷിപ്പ്. പിന്നെ നമ്മുടെ ഫാമിലി ലൈഫിൽ സ്പൗസായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും ഇത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു 360 ഡിഗ്രി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സംഭവമാണ് സ്ട്രെസ്. ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാതെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഓൾ അതർ ആറ്റിറ്റ്യൂഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്ത് ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എല്ലാം ഉൾപ്പെടെ എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പൊതുവേ പറയുക ഡിജിറ്റൽ എറാണ് അല്ലേ. ഡിജിറ്റൽ പൊല്യൂഷൻ എന്ന് പറയും. ഡിജിറ്റൽ പൊല്യൂഷൻ ഒരുപാടുണ്ട്. ഡിജിറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെയോ ഒക്കെ തന്നെ ഒരുപാട് പൊല്യൂഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ സ്ട്രെസ്സിനെ ഒരു ബേസ് ലെവലിൽ ഇങ്ങനെ നിർത്തുന്നുണ്ട്. നമ്മളെ അതിൽ താഴോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്. സോ എന്ത് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്? ആരും ചെയ്യുന്നുണ്ടോ? യാത്രകൾ പോകും. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്കൊരു ബ്രേക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. സ്ട്രെസ് എന്നൊരു ബ്രേക്ക് തരുന്ന സാധനങ്ങളാണ്. പക്ഷേ അത് പോരാ. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂർ കൂടിയുള്ള സാധനമാണ് അല്ലേ. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കൂടിയുള്ളതാണ്. ഉറക്കിനെ ബാധിക്കുന്നുണ്ടോ സ്ട്രെസ്? നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഉറക്ക് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഉറക്ക് കുറയാന്നുള്ളതല്ല, ഡീപ്പ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ലീപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നമുണ്ട്? ഉറക്കിൻ്റെ ക്വാളിറ്റി എല്ലാവരും ചോദിക്കുക, ഡോക്ടർമാരൊക്കെ ചോദിക്കുക എങ്ങനെയുണ്ട് ഉറക്കം ചോദിക്കും അല്ലേ. ഉറക്കിൻ്റെ ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നേരിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. അത് ഹെൽത്തിനെ ബാധിക്കും. അത് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. രാവിലെ എനർജറ്റിക് ആയിട്ട് നമുക്ക് എണീറ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ആക്ടിവിറ്റിയാണ് ഇത് നമ്മൾ കൂടെ ഉണ്ടാകും. കാരണം ഈ സ്ട്രെസ്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ട് ഈ സംഗതി നമ്മുടെ കൂടെ അതിനുള്ള ഒരു പ്രതിമരുന്ന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം. അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വന്നുകൊണ്ട് കാര്യമില്ല. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ടൂളാണ് മെഡിറ്റേഷൻ. കേട്ടിട്ടുണ്ടോ മെഡിറ്റേഷൻ പറ്റി? ആരും ചെയ്യുന്നുണ്ടോ? അത് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഞാൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം കൂടി പറയാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എന്താണ് ഗ്രോത്ത്? നമ്മുടെ പൊട്ടൻഷ്യലിനെ തന്നെ പരമാവധി ഉപയോഗിക്കേണ്ട നമ്മുടെ കഴിവിനെയാണ് എന്ത് പറയുക? ഗ്രോത്ത് എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സാധ്യതയുണ്ട്, നമുക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ആവാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്, സാധ്യതകൾ. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുക എന്ന് പറയും. നമ്മളിങ്ങനെ തന്നെയാണോ? ഇനി വളരാനുള്ള സാധ്യതയില്ലേ? അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റിനെ ഗ്രോത്ത് ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. വലിയ ടോപ്പിക്കാണ്, പക്ഷേ നമുക്ക് ചെറിയൊരു സെഷൻ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ ടാബ്ലറ്റ്സ് ഇരുന്നു മാത്രമേ ഉള്ളൂ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഗ്രോത്ത് ഓറിയൻറ്റായിട്ട് ജീവിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കും പോലെയോ ഒന്നും നമുക്ക് ഗ്രോത്ത് അങ്ങനെ കിട്ടുമെന്നില്ല. നമ്മൾ ആര് ജീവിതം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ എങ്ങനെയാണ് നമുക്ക് പൊട്ടൻഷ്യലിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റുക? നമ്മുടെ സാധ്യതകളെ, അല്ലെങ്കിൽ ഞാനിതാണ് എന്നുള്ള നമ്മുടെ തന്നെ മുൻവിധികളെ മറികടന്ന് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലേ? അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി, പിന്നെ എന്ത് ബോഡിയുള്ളത്? മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലെവൽസ് ഉണ്ട്. മൈൻഡ്, ഉപബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ കൂടിയുള്ള ചേർന്ന സംഭവമാണ് നമ്മൾ. പിന്നെ എനർജി ബോഡീസ് ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ പല തലങ്ങളിലുള്ള ഒരു
സംഗതികളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും. ശരീരം മാത്രമല്ല അല്ലേ, ഒരുപാട് സംഗതികളതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ സന്തുലിതാവസ്ഥ കൊണ്ടുവരിക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക, ഇതിനെ നമ്മൾ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നതിന് ചുരുക്കം. നമ്മുടെ റിസോഴ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് പൊട്ടൻഷ്യൽ ഓറിയൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഓറിയൻ്റഡ് ആയിട്ടുള്ള ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? വേണ്ടേ? എനിക്ക് വളരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, നമ്മുടെ പൊട്ടൻഷ്യലിനെ റിസോഴ്സുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രം നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഫിസിക്കൽ ലെവലിലുള്ള നമ്മുടെ ഗ്രോത്തിനൊരു പരിമിതിയുണ്ട്. നമുക്ക് കുറച്ച് ജിമ്മിലൊക്കെ പോവാം, കുറച്ച് യോഗ ചെയ്യാം, അതുപോലെ അല്ലാതുള്ള കളികളിൽ ഏർപ്പെടാം. പക്ഷെ എന്നാലും അതിനൊരു പരിമിതിയില്ല. അതിൽ എത്ര ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നമുക്ക് എത്രമാത്രം ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. പിന്നെയുള്ളത് ഈ സൂക്ഷ്മ ശരീരങ്ങളാണ്, മൈൻഡും അതുപോലുള്ള അതർ ലെവൽസ് ഓഫ് സംഭവങ്ങളിലാണ് പൊട്ടൻഷ്യൽ ഉറങ്ങിക്കിടക്കുന്നത്, അല്ലേ? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്ട്രെസ്സ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്. അതിനെ അതേ ലെവൽ തന്നെ എപ്പോഴെങ്കിലും ഒരു ബ്രേക്കല്ല ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ട്, ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫിന് വേണ്ടി എന്ത് പ്രയത്നമാണ് നമ്മൾ നടത്തുന്നത്? ഓക്കെ, ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. സോ അതിനുള്ളൊരു പ്രാക്ടീസ് പരിചയപ്പെടുത്തുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു സ്കില്ലാണ്. സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താ? മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്കില്ലാണ്. ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത് സ്കില്ലാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സ്കില്ലാണ്. നിങ്ങൾ ഡ്രൈവിംഗായിട്ട് ബന്ധപ്പെട്ട കുറേ അല്ലേ? എന്താണ് സ്കില്ലെന്ന് പറഞ്ഞാൽ, നമ്മളത് തുടങ്ങി കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്കില്ലായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് സ്കില്ലെന്ന് പറയും. ഒറ്റ ദിവസം കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിന് വലിയ എഫേർട്ടൊന്നുമില്ല, ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. പക്ഷേ ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയി ജീവിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ടൂളുകളെ സ്വീകരിക്കാനും പ്രയോജനപ്പെടുത്താനും തയ്യാറാവണം. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു, മനസ്സിലായി, എവിടെ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി, ഇനി പൈസ ചിലവില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ജീവിക്കുക? ഭക്ഷണം കഴിച്ചിങ്ങനെ ജീവിച്ച് പോവുക എന്നുള്ള ലെവലിൽ നിന്ന് മാറിയിട്ട് ഗ്രോത്ത് ഓറിയൻറ്റഡായി ജീവിക്കാനുള്ള പ്രാക്ടീസുകളും ടൂളുകളും കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? കൊണ്ടുപോകണം. ഇത്രയേ ഉള്ളൂ. കൊണ്ടുപോകാത്ത ആൾക്കാർ, ഇപ്പോൾ സ്റ്റുഡൻസ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ക്ലാസ് എടുക്കുമ്പോൾ രണ്ട് തരം പിള്ളേരാണ് അവിടെ ഉണ്ടാവുക. ഒന്ന് ഗ്രോത്ത് ഓറിയൻ്റ് ആയിട്ടുള്ള പിള്ളേരും, ഒന്ന് സ്റ്റക്ക് ആയിട്ടുള്ള പിള്ളേരും. ഗ്രോത്ത് ഓറിയൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും വളരാനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഉടനെ തന്നെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. അങ്ങനെയാണ് പിള്ളേരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നത്. നമ്മളിനി ആലോചിച്ചാൽ മതി, നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ ആലോചിച്ചാൽ മതി. സ്റ്റക്കായിട്ടുള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് പറഞ്ഞാലും അവർക്കിതൊന്നും വിഷയമല്ല. എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും അവർക്കതൊന്നും വിഷയമല്ല. അവർ വളരുമോ? അവിടെ തന്നെ മനസ്സിലാക്കാം അവർ ദേ ആർ സ്റ്റക്ക്. അവരൊരു തലത്തിൽ നിന്നുപോയി. അവരിങ്ങനെ ഫിസിക്കലിയൊക്കെ വളരും, എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ട് നമ്മുടെ ലൈഫിൽ. സോ ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്, ബി അവെയർ ഓഫ് ദാറ്റ്. സോ കാരണം ഇത് പറയാൻ കാരണം, ഞാൻ ഇനി രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ നിങ്ങളെ സമീപിച്ചൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഫോർച്യൂൺ 500 കമ്പനീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ 47% കമ്പനികളും എംപ്ലോയീസിന് മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. മിക്ക കമ്പനിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് എല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്നാൽ, ഒന്ന് സ്ട്രെസ് ലെവലിൽ തീർച്ചയായിട്ടും വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും, കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. രണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ 1 to 3 months ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത്രയും ലളിതമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട്, നമുക്കിത് പരിചയമില്ലാത്തതുകൊണ്ടും ആണ് ഞങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ശ്രീനിവാസൻ, ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്, കോച്ചാണ് 10-20 വർഷമായിട്ട്. സാറ് രവീന്ദ്ര സാറ് പിന്നെ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോൾ ഇതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറാണ് മെഡിറ്റേഷൻ്റെ. രാഹുൽ ഇതിൻ്റെ കോർഡിനേറ്ററാണ്. ഞങ്ങൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്
ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് 150-ലേറെ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഈ ടൂളുകൾ ജനങ്ങൾക്ക് പരിചയമില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് മെഡിറ്റേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സാധനം കിട്ടും. അതൊന്നും ആക്ച്വലി മെഡിറ്റേഷൻ അല്ല. അത് ഓരോരുത്തർക്ക് തോന്നിയ മതി എടുക്കുന്ന കുറേ പരിപാടികളാണ്. എന്താ മെഡിറ്റേഷൻ? സാധാരണ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? കിട്ടുന്നത് എന്താണ്? ഒരു വിളക്ക് കത്തിച്ച് വെക്കുക, അതിൽ നോക്കി കണ്ണടിച്ചിരിക്കുക. ഇതൊക്കെയല്ലേ കാണുന്നത്, അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം മെഡിറ്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന പരിപാടിയല്ല മെഡിറ്റേഷൻ. ചിന്തകളെ നിയന്ത്രിക്കുന്ന പരിപാടിയല്ല മെഡിറ്റേഷൻ. ശ്വാസത്തെ നിയന്ത്രിക്കുന്ന പരിപാടിയല്ല മെഡിറ്റേഷൻ. ഏതെങ്കിലും പോസിലും മുദ്രകളിലും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയല്ല മെഡിറ്റേഷൻ. ഓക്കെ, ഇതുകൊണ്ടാണ് ആൾക്കാർ ചെയ്യാത്തത്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ കഴിയില്ല. കാരണം ഏകാഗ്രത കിട്ടില്ല, ഒരുപാട് ചിന്തകൾ വരും, അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എനിക്കല്ലേ തന്നെ ഫോക്കസ് ഇല്ല, പിന്നെ എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം? ഇതൊക്കെയാണ് ചോദ്യം, അല്ലേ? അതൊന്നും കുഴപ്പമില്ല. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷനിൽ നമുക്ക് കോൺസെൻട്രേഷനോ ഫോക്കസ് ആവശ്യമില്ല. നമ്മൾ ശ്വാസത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ. വെറുതെ ഇരുന്നിട്ട് ഒരു 20 മിനിറ്റ് രാവിലെ വെറുതെ ഇരുന്ന്, അത് മെഡിറ്റേഷൻ്റെ ഒരു രീതിയിൽ ഇരിക്കണം മാത്രമേ ഉള്ളൂ. ഒരു ട്രെയിനറുടെ സപ്പോർട്ട് കൂടി ഹെൽപ്പോട് കൂടി ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അത്രയും സിമ്പിളാണ്. വെറുതെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കിട്ടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് മാനേജ്മെൻറ്റും ഗ്രോത്ത് ഓറിയൻ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും പൊട്ടൻഷ്യലും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നോക്കിക്കൂടെ? രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ല, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ. കാരണം ചെയ്യാൻ എല്ലാവർക്കും പറ്റും. 70-80 വയസ്സുള്ള പ്രായമുള്ള ആൾക്കാരടക്കം വന്ന് മെഡിറ്റേഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ക്വാളിറ്റിയും വേണ്ട, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു കഴിവും വേണ്ട, ഇരുന്നാൽ മാത്രം മതി. ഇത്രയും നല്ലൊരു ടൂള് കിട്ടിയിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഇത് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നൊരവസ്ഥ വരാൻ പാടില്ല. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ബാക്കപ്പ് സപ്പോർട്ടുണ്ട്. നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇതിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, അവരോട് ഇത് പറയണം. നിങ്ങളുടെ ഫാമിലി ഇതിലേക്ക് കൊണ്ടുവരണം, കുട്ടികൾ ഇതിലേക്ക് കൊണ്ടുവരണം. 10ാം ക്ലാസ് മുതൽക്കുള്ള പിള്ളേർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, 15 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയില്ലേ, ഫ്രീ സോഫ്റ്റ്വെയർ. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയറാണ്, ചാർജില്ല, എല്ലാവർക്കും അവൈലബിളാണ്. 150 രാജ്യങ്ങളിൽ ഇത് അവൈലബിളാണ്. അപ്പോൾ ഇത് അറിയാത്തതുകൊണ്ട് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം.